ഹലോ, ഇവരെന്ത് ഈ ചൂട് പോലും നോക്കാതെ കഴിക്കുന്നത് കണ്ടില്ലേ? അത് സാധാരണ കട്ട്ലേറ്റ് അല്ല, നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലെ കട്ട്ലേറ്റ് ആണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ആദ്യം തന്നെ 4 ഉരുളക്കിഴങ്ങ്, ഒരു ബീട്രൂട്ട് നമുക്ക് കുക്കറിൽ വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിക്കാം. അപ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് അത് വെന്തിട്ടുണ്ടാവും. അതിനുശേഷം അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു കടായി എടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവോള ചോപ്പ് ചെയ്തതും വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ കറിവേപ്പില, പച്ചമുളക് ഇത് നന്നായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം. അതിനുശേഷം എണ്ണ ചൂടായിട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് എന്താ ഇടുന്നതെന്ന് വെച്ചാൽ സവോള നന്നായിട്ട് വഴണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ടൊരു ട്രിക്കാണ് നമുക്ക് ഉപ്പിടുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഗരം മസാലയോ ചിക്കൻ മസാലയോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. മെയിനായിട്ട് നമുക്കിതിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ കുരുമുളകാണ്. കുരുമുളക് 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. കുരുമുളകിൻ്റെ ഫ്ലേവർ ഒന്ന് എടുത്ത് നിൽക്കണം. അതാണ് നമ്മുടെ മസാലയിലൊരു വ്യത്യാസം വരുന്നത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് തണുക്കാനായിട്ട് വെച്ച നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും എടുക്കാം. ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും എടുക്കാം. അത് നന്നായിട്ടൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ മസാലയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ ബീട്രൂട്ടിലും ഉരുളക്കിഴങ്ങിലും ഒക്കെ നന്നായിട്ട് വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ഉപ്പൊക്കെ പാകം നോക്കിയിട്ട് ഉപ്പ് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിടാം. കൂടി പോകരുതല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് എല്ലാത്തിലും ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഉരുളക്കിഴങ്ങിൽ ഉപ്പിടാൻ പാടില്ല, നമുക്ക് വേവാനായിട്ട് കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ വെന്തതിന് ശേഷമായിരിക്കും ഉപ്പിടുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് ഓരോ ബോൾസായിട്ട് ഇതുപോലെ ഉരുള പിടിച്ച് മാറ്റി വെക്കാം. നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ബ്രൗൺ ബ്രെഡിൻ്റെ ബ്രെഡ് ക്രംസ് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് മുട്ട ആദ്യം നമ്മുടെ മസാല മുക്കിയിട്ട് അതിനുശേഷം ബ്രെഡ് ക്രംസ് മുക്കുക. അതിനുശേഷം പിന്നെയും നമുക്ക് ഒരു കോട്ടിയും കൂടെ നമ്മുടെ മുട്ട മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് നന്നായിട്ടൊന്ന് മുക്കി മാറ്റി വെക്കുക. വേറെ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. സിമ്പിളാണ്. ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഒരു കടായി എടുക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊരു കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ സൺഫ്ലവർ ഓയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമുക്കിപ്പം എയർ ഫ്രൈ, ഇപ്പം നിങ്ങളുടെ ഇപ്പോൾ ഹെൽത്തൊക്കെ നോക്കുന്നവരാണ് എയർ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. നമുക്ക് നല്ല കറുത്ത നമ്മുടെ കട്ട്ലൈറ്റിൻ്റെ കളറ് കിട്ടുന്നവരെ നിങ്ങൾ നിൽക്കല്ലോ. ജസ്റ്റ് ഈ ഒരു പരുവമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം കട്ട്ലൈറ്റ്. കാര്യം കട്ട്ലേറ്റ് നമ്മളെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റി പാത്രത്തിലേക്ക് വെക്കുമ്പോൾ തന്നെ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇത്ര ഉള്ളു, സിമ്പിളാണ്. പിന്നെ നമ്മൾ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ കോഫി ഹൗസിലെ. ഇതിൻ്റെ കൂടെ കിട്ടുന്നൊരു സ്പെഷ്യൽ സോസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമുക്ക് ഉടനെ വരുന്നതായിരിക്കും. എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.